ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മെറ്റീരിയലിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഹെയർ ആക്സസറീസ് അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസാണ് സെയിൽ ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആക്സസറീസും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ആക്സസറീസ് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ദയവ് ഇത് കോൾ ചെയ്യരുത്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടും. ഓക്കെ, ടൈം എടുത്തിട്ടാണെങ്കിലും എല്ലാ മെസ്സേജിനും നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. മെസ്സേജ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നോർമൽ കോൾ ആണെങ്കിലും വാട്സപ്പ് കോൾ ആണെങ്കിലും നമ്മൾ എടുക്കില്ല. അതുകൊണ്ടാണ് കോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ്, കുറച്ച് പുതിയ ബീഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഐറ്റംസിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഓൾറെഡി ഉണ്ടായിരുന്നതിനേക്കാളും. അതൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ മെറ്റീരിയലിൻ്റെ വീഡിയോസ് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്, നമുക്ക് ഒരു 2-3 ടൈപ്പിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് വന്നിട്ടുണ്ട്. ക്രിസ്റ്റൽ എഫക്റ്റിലുള്ള ബീഡ്സ് നിങ്ങൾക്ക് മാലയുടെ ഒക്കെ എൻഡിൽ, അപ്പോൾ നമ്മൾ മാല ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് പോർഷനിൽ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല, അതുപോലെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കുറച്ച് ക്രിസ്റ്റൽ ബീഡ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 4 കളറിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് 2 കുറച്ച് വലിയ സൈസാണ് കേട്ടോ. അപ്പോൾ സൈസ് ഏതാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഈ ടൈപ്പ് പാക്കറ്റ് പൊട്ടിച്ചില്ല. പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഗ്ലേസിങ് ഉണ്ടാവും. ഇതൊക്കെ 10 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. ഇതിപ്പോൾ ഒരു 6 mm വരുന്ന ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ബീഡാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ ഒരു സെയിം ഐറ്റം തന്നെ, അതിലും ചെറിയ സൈസിൽ, ഇതൊരു 4 mm. ഇത് മാലയുടെ ബാക്ക് സൈഡിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഷുഗർ ബീഡ്സ് അല്ലെങ്കിൽ സീഡ് ബീഡ്സ് ഉപയോഗിക്കില്ല, അതിൻ്റെ പകരമായിട്ട് ഈ ഒരു ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ബീഡ് കൊടുക്കാനായിട്ട് പറ്റും. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 10 ഗ്രാമിന് 15 രൂപ റേറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് ഇതൊരു 8 mm, 7 mm, 6 mm കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ക്രിസ്റ്റൽ എഫക്റ്റിലുള്ള ബീഡാണ് കേട്ടോ. മാലയും ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ്. ഇതും 10 ഗ്രാമിന് 15 രൂപ തന്നെ റേറ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത്. പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിലും നല്ല എന്താ പറയുക ഗ്ലേസിങ് ഉണ്ടാവും. ഞാൻ പൊട്ടിക്കാത്തതിൻ്റെ കാരണം നമുക്കിപ്പോൾ തന്നെ കുറച്ച് സ്റ്റോക്ക് ഇങ്ങനെ വന്ന് കിടക്കുക. അപ്പോൾ ഇത് ഒന്നും എടുത്ത് നേരെ വെച്ചിട്ടില്ല. അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതും അതിൻ്റെ ഇടയിൽ പോയിട്ട് ബീഡ്സ് മിസ്സാവും. അതുകൊണ്ടാണ് പൊട്ടിക്കാത്തത് കേട്ടോ. വീഡിയോയിൽ ക്ലിയറായി കാണുന്നുണ്ടാവും തോന്നുന്നു. ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്, വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഡാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതും 10 ഗ്രാമിന് 15 രൂപ റേറ്റിലാണ് വന്നിട്ടുള്ളത്. അടുത്ത ഐറ്റം ഗ്ലിറ്റർ ട്യൂബ്. നമ്മുടെ കയ്യിൽ മൾട്ടി കളർ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അത് മെയിനായിട്ട് കൂടുതലായിട്ടും സെയിലുള്ളത് മൾട്ടി കളറാണ്. പിന്നെ ഒരുപാട് പേര് ബ്ലാക്ക് ചോദിക്കാറുണ്ട്, റെഡ്. നമ്മുടെ റെഡും പിന്നെ അതുപോലെ പർപ്പിളൊക്കെ ഉണ്ടായിരുന്നു, പിങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മൾട്ടി കളർ മാത്രമാണ് കൂടുതലായിട്ടും സ്റ്റോക്ക് എടുക്കാറുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് കുറച്ച് ഡാർക്കായിട്ടുള്ള മൾട്ടി കളറായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അതിനേക്കാളും കുറച്ചൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതുണ്ടല്ലോ, നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്ലിറ്റർ ട്യൂബാണ്. ഇത് ഇത്ര ദിവസം നമുക്ക് മീറ്ററിന് 45 രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മീറ്ററിന് 35 രൂപയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഷെയ്ഡിലുള്ള ഗ്ലിറ്റർ ട്യൂബിൻ്റെ കാര്യമായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് കുറേ അധികം ബീഡ്സ് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഉള്ളത് ഗ്ലാസ് ബീഡ്സ് കാണിക്കാം. ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ 1-2 പാറ്റേൺ, പുതിയ പാറ്റേൺ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് കാണിക്കാം. കുറേ നാളായിട്ട് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ ഇതിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് ഇതുപോലെ 4 ഇതൾ വരുന്ന ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു ബീഡാണ് കേട്ടോ. ഈ ഒരു ഷൈനിങ് ടൈപ്പ് ബീഡൊക്കെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. 10 ഗ്രാമിന് 25 രൂപയെന്ന് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 ഗ്രാമിന് 20 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഫിക്സഡ് റേറ്റാണ് പറയുന്നത്, ഓഫർ പ്രൈസ് ഒന്നല്ല, ഫിക്സഡ് ആയിട്ട് വരുന്ന റേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഹാർട്ട് ഷേപ്പ്, ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ബീഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ടൈപ്പ് കുറേ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മളത് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു
ഷൈനിങ് ടൈപ്പിൽ വരുന്ന ഗ്ലാസ് ബീഡ്സ്. അപ്പോൾ ഇത് കുറേ എണ്ണം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇനി മുതൽ 10 ഗ്രാമിന് 20 രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ, അതിന് ശേഷം പിന്നെയും ഫ്ലവർ തന്നെയാണ്. ഇതും ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നുള്ള വീഡിയോസിൽ. അതാണ് ഇതൊന്നും ഇപ്പോൾ പാക്കറ്റ് പൊട്ടിക്കാത്തത് കേട്ടോ. പാക്കറ്റ് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ഐറ്റമാണ് ഈ ഒരു സ്റ്റാർ ബീഡ്. ഏറ്റവും മൂവിങ് ഉള്ളൊരു ഐറ്റമാണ് ഈ ഒരു സ്റ്റാർ ബീഡും ഫ്ലവറും. കുഞ്ഞു ഫ്ലവർ കേട്ടോ, കുഞ്ഞു ഫ്ലവറും പിന്നെ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ ഇല്ലേ അതും. പിന്നെ ഈ ഒരു ക്യാൻഡി ഷേപ്പിൽ ക്യാൻഡി ആരൊക്കെയോ പാക്കറ്റായിട്ട് ചോദിച്ചിരുന്നു കേട്ടോ. ആ കുഞ്ഞ് ക്യാൻഡി ഇതിപ്പോൾ ഒറ്റ പാക്കറ്റ് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഒക്കെ 10 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പാക്കറ്റായിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ബട്ടർഫ്ലൈ. പിന്നൊരു ഗ്ലാസ് ബീഡിൽ പുതിയ ഐറ്റം വന്നിട്ടുള്ളത് 3 ടൈപ്പ് പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് പഴയ ഐറ്റം തന്നെയാണ്. പഴയ ഐറ്റം മീൻസ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഐറ്റം തന്നെയാണ്. ഇതൊരു 9 mm ഒക്കെ ഉണ്ടാവും തോന്നുന്നു. 8 mm കൂടുതൽ എന്തായാലും വലുപ്പമുണ്ട്. 9 to 10 mm വരുന്ന ബോൾ ബീഡാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പുതിയത് വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള വലിയ ക്യാൻഡി ബീഡ് ഉണ്ടല്ലോ. ക്യാൻഡിയുടെ ചെറുതാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതുപോലെ വരുന്ന വലിയ ക്യാൻഡി ബീഡാണ് ഒരെണ്ണം പുതിയത് വന്നിട്ടുള്ള ഗ്ലാസ് ബീഡ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ സ്റ്റാർ ബീഡ് ഓൾറെഡി നമ്മുടെ അടുത്ത് വലിയ സ്റ്റാർ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഒരു വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇത് ഒരു സൈഡ് ഇതുപോലെയും ഈ ഒരു പിങ്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇതാണ് ഒരു സൈഡ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കണം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ എന്തായാലും കാറ്റലോഗിൽ പെട്ടെന്ന് തന്നെ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇതുപോലൊരു സിലിണ്ടർ പോലെയൊക്കെ വരുന്ന ടൈപ്പ് ഗ്ലാസ് ബീഡാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് തോന്നുന്നത് വീഡിയോയിൽ. അടുത്ത ഐറ്റംസ് വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് ലെങ്ത്തായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം കുറച്ചുകൂടി മെറ്റീരിയൽസ് കാണിക്കാനായിട്ടുണ്ട്, പുതിയ ഐറ്റംസ്. പിന്നെ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും എന്താ പറയുക, ഒതുക്കി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെയും ഫ്രീ കിറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗീവ് അവേയുടെയും ഫ്രീ കിറ്റിൻ്റെ ഒക്കെ വീഡിയോസ് പോയി കാണുക കേട്ടോ. നറുക്കെടുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി പിന്നെയും പറയുന്നത്. അപ്പോൾ അടുത്ത ബീഡ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.